യുവതാരം സിജു വിൽസൺ വിവാഹിതനായി. സിജു എന്നൊന്നും പറഞ്ഞ ആളെ പെട്ടെന്ന് പിടികിട്ടിന്ന് വരില്ല. പ്രേമത്തിലെ ജോജോ എന്നോ ഹാപ്പി വെഡിങ്ങിലെ ഹരി എന്നോ ഒക്കെ പറഞ്ഞ ആളെ പെട്ടെന്ന് പിടികിട്ടും. ശ്രുതിയാണ് വധു. പ്രണയ വിവാഹമാണ്. ചെയ്ത സിനിമയിലെല്ലാം പ്രേമിച്ച പെമ്പിള്ളേരെല്ലാം സിജുവിന്റെ ക്യാരക്ടറിനെ പറ്റിച്ചു പോയെങ്കിലും ജീവിതത്തിൽ ശ്രുതി കട്ടയ്ക്ക് കൂടെ തന്നെ നിന്നു. നീണ്ട നാളായി പ്രണയത്തിലായിരുന്നു സിജുവും ശ്രുതിയും. ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയുമാണ് വിവാഹം നടന്നത്. രാവിലെ ഹിന്ദുമത ആചാരപ്രകാരവും വൈകിട്ട് ക്രിസ്ത്യൻ മത ആചാരപ്രകാരവുമായിരുന്നു വിവാഹം. ആലുവയിലെ സെന്റ് ഡൊമിനിക് ചർച്ചിൽ വെച്ച് വൈകിട്ടായിരുന്നു ക്രിസ്ത്യൻ വിവാഹം. അങ്കമാലി കൺവെൻഷൻ സെന്ററിൽ വെച്ച് വിവാഹ സൽക്കാരവും നടന്നു. ആലുവയിലെ സിനിമാ സുഹൃത്തുക്കളെല്ലാം വിവാഹത്തിൽ പങ്കെടുത്തു. നിവിൻ പോളി, കിച്ചു, അൽഫോൺസ് പുത്രൻ, ശബരീഷ് വർമ്മ, ഷറഫുദ്ദീൻ, ഒമർ, അൽതാഫ്, ശേഖർ മേനോൻ എന്നിവരെല്ലാവരും കല്യാണത്തിനുണ്ടായിരുന്നു. ചുമ്മാ ജസ്റ്റ് ഫോർ ഫൺ എന്ന അമൃത ടിവിയിലെ പരിപാടിയിലൂടെയാണ് സിജു വിൽസന്റെ കരിയർ ആരംഭിച്ചത്. പിന്നീട് വിനീത് ശ്രീനിവാസന്റെ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെയാണ് സിജുവിന്റെ അഭിനയ ജീവിതത്തിന് തുടക്കമിടുന്നത്. 2013 തന്നെ നേരം, പിന്നീട് അൽഫോൺസ് പുത്രന്റെ തന്നെ പ്രേമം എന്നീ സിനിമകളിലൂടെയും സിജു ശ്രദ്ധ നേടി. സിജു നായകനായി എത്തിയ ഹാപ്പി വെഡിങ് എന്ന ചിത്രം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. കട്ടപ്പനയിലെ ഋതിക് റോഷനിലാണ് സിജു അവസാനം അഭിനയിച്ചത്. സിനിമയിൽ മാത്രമല്ല സീരിയലിലും ഇപ്പോ കല്യാണ സീസണാണ്. ചന്ദനമഴയിലെ നായികയുടെയും വില്ലത്തിയുടെയും ഒക്കെ വിവാഹം അടുത്തിടെയാണ് നടന്നത്. ഇപ്പോഴിതാ 3 മണിയിലെ കുട്ടിമാണിയുടെ മനസ്സമ്മതവും കഴിഞ്ഞിരിക്കുന്നു. നടി ശ്രുതിലക്ഷ്മി സഹോദരിയാണ് കുട്ടിമാണിയെ അവതരിപ്പിക്കുന്ന ശ്രീലയ. കണ്ണൂരിൽ വെച്ചാണ് ശ്രീലയുടെയും നിവിൻ ചാക്കോയുടെയും മനസ്സമ്മതം നടന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. നടി ലിസിയുടെ മകളായ ശ്രീലയ കുട്ടിയും കോലും എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തെത്തുന്നത്. തുടർന്ന് മാണിക്യം, കമ്പാർട്ട്മെന്റ് എന്നീ സിനിമകളിലും അഭിനയിച്ച് പ്രേക്ഷകർ ശ്രദ്ധ നേടിയിരുന്നു. ലയയെ പ്രേക്ഷകർക്ക് സുപരിചിതയാക്കിയത് TV സീരിയലുകളാണ്. മഴവിൽ മനോരമയിലെ ഭാഗ്യദേവത എന്ന സീരിയലിലൂടെയാണ് മിനി സ്ക്രീനിലേക്ക് എത്തുന്നത്. സീരിയലിലെ ഭാഗ്യലക്ഷ്മി എന്ന കഥാപാത്രമായി മാറിയപ്പോ ലയ എന്ന സ്വന്തം പേര് പോലും താൻ മറന്നുപോയി എന്ന് നടി ഒരിക്കൽ പറഞ്ഞിരുന്നു. ഭാഗ്യദേവതയ്ക്ക് ശേഷം കൺമണി, 3 മണി എന്നീ സീരിയലുകളിലും ലയ കേന്ദ്ര കഥാപാത്രമായി എത്തി. 3 മണിയിലെ കുട്ടിമാണി എന്ന കഥാപാത്രമായിട്ടാണ് ഇപ്പോ കുടുംബ പ്രേക്ഷകർക്ക് ലയയെ പരിചയം. ഭാഗ്യദേവത എന്ന സീരിയലിൽ വന്നത് മുതൽ ശ്രീലയയെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കിയത് നടിയുടെ വിടർന്ന കണ്ണുകളാണ്. കണ്ണുകൾ കൊണ്ടാണ് അഭിനയിക്കുന്നതെന്ന് തുടക്കത്തിൽ ആരാധകർ പറയുമായിരുന്നുവെന്ന് നടി തന്നെ പറഞ്ഞിരുന്നു.